നമ്മുടെ വീട്ടിൽ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നേരത്തെ സംസാരിക്കും അല്ലേ, ആൺകുട്ടികളാണെങ്കിൽ അല്പം ലേറ്റായിട്ടായിരിക്കും. അപ്പോൾ ഒരു 1.5 വയസ്സ് എന്നിരിക്കട്ടെ, അല്ലെ 2 വയസ്സ്. ആ 2 വയസ്സാകുമ്പോൾ നമ്മൾ ഇങ്ങനെ 4-5 പേര് വീട്ടിലിങ്ങനെ സംസാരിച്ചിങ്ങനെ വീട്ടിലുള്ളവർ അതിഥിയല്ല ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞ് കാക്കയെന്നോ തത്തയെന്നോ അപ്പനെന്നോ അമ്മയെന്നോ എന്തേലും പറഞ്ഞാൽ, എന്തെങ്കിലും ഇങ്ങനെ പറയാൻ തുടങ്ങും, നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ഒന്ന് നിർത്തിക്കേ, കുഞ്ഞെന്താ പറഞ്ഞേ, മോൻ പറഞ്ഞേ, മോള് പറഞ്ഞേ എന്നാ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാൻ ആവലോടെ അപ്പൻ അമ്മ ആൻറ്റി അങ്കിൾ വലിയപ്പച്ചൻ വലിയമ്മച്ചി ആയിരിക്കുന്ന ഒരു ചെവി കൊതിക്കുന്നത് പോലെ കാലമുണ്ടായത് തുടങ്ങി മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഏഞ്ചൽസ്, ദൈവത്തിൻ്റെ എത്രയോ ദൂതന്മാർ, സൈന്യങ്ങളുദയമായ യഹോവ പരിശുദ്ധൻ, സൈന്യങ്ങളുദയമായ യഹോവ പരിശുദ്ധൻ, കുഞ്ഞാടി നീർക്ക, ദൂതൻ്റെ പാട്ട് കേട്ട് ഇരിക്കുന്ന കർത്താവിൻ്റെ ചെവിയിൽ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതൽ അപ്പച്ചനെ സ്തുതിക്കുമ്പോൾ അതേ ആവശ്യത്തിൽ അപ്പച്ചൻ പറയും, അയ്യോ ഒന്ന് നിർത്തിക്കുക, എൻ്റെ കുഞ്ഞ് ഏതാണ്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് കേട്ടോട്ടെ എന്ന ഒരു ദൈവഹൃദയം. കാരണം നമ്മുടെ അപ്പനാണല്ലോ. നിങ്ങളുടെ ശബ്ദം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ശബ്ദം മനുഷ്യന് ഇഷ്ടമല്ലായിരിക്കാം. മനുഷ്യർ പറയുക അവൻ പറഞ്ഞ ഒന്നും നടക്കത്തില്ല, അല്ലെ അവൾ പറയുന്നത് ട്രിവാൻഡ്രം മലയാളത്തിൽ പറഞ്ഞാൽ ഗൗനിക്കണ്ട, വകവെക്കണ്ട എന്നൊക്കെ ആയിരിക്കും മനുഷ്യർ പറയുന്നത്. പക്ഷെ മുട്ടുമടക്കി തകർന്ന ഹൃദയത്തോടെ നനഞ്ഞ കണ്ണോടെ അപ്പച്ചനോട് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ സ്വീകാര്യമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ പെർഫെക്റ്റായ വാക്കുകളൊന്നും ആയിരിക്കത്തില്ല, പെർഫെക്റ്റായ വാക്കുബലറി ആയിരിക്കത്തില്ല. ഡിക്ഷണറിയിൽ കാണുന്ന കടിച്ചാൽ പൊട്ടാത്ത അല്ലെങ്കിൽ ഡിക്ഷണറി എടുത്ത് നോക്കുന്ന ഒരു വാക്കുകളൊന്നും ആയിരിക്കണമെന്നില്ല. സിമ്പിളായി നിങ്ങൾ പറയുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്, ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അയ്യോ എൻ്റെ കുഞ്ഞ് എന്നോടൊന്ന് സംസാരിച്ചിരുന്നു എങ്കിൽ.